أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. السلام عليكم ورحمة الله وبركاته. നാം ഇപ്പോൾ ഓതിക്കേട്ടത് സൂറത്തുൽ ബഖറയിലെ 165 വചനമാണ്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും മനുഷ്യർക്ക് പ്രയോജനപ്രദമായ വസ്തുക്കളും കൊണ്ട് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിലും മേഘങ്ങളിൽ നിന്ന് അള്ളാഹു വെള്ളമിറക്കി ഭൂമിയെ അത് നിർജീവമായി കിടന്ന ശേഷം സജീവമാക്കുകയും അതിലെല്ലാത്തരം ജീവജാലങ്ങളെയും വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിലും കാറ്റുകളുടെ ഗതിവിഗതികളിലും ആകാശഭൂമിക്കിടയിൽ അധീനമാക്കപ്പെട്ടിട്ടുള്ള മേഘങ്ങളിലും ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് നിശ്ചയമായും പലവിധ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഈ ആയത്തിൻ്റെ അവസാന ഭാഗ തഫ്സീറിൽ സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു: വബസ്സ ഫീഹ മിൻ കുല്ലി ദാബ്ബ. അവൻ അള്ളാഹു എല്ലാവിധത്തിലുള്ള മൃഗങ്ങളെയും ഭൂമിയിൽ വ്യാപിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഭൗതികമായ മൃഗങ്ങളെ കൂടാതെ പ്രവാചകന്മാരുടെ ആഗമനത്തിന് മുമ്പ് നിർജീവമായ അവസ്ഥയിലുണ്ടായിരുന്ന മനുഷ്യരെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇവരിൽ ആത്മീയമായ ജീവിതത്തിൻ്റെ ഒരു തുടിപ്പ് പോലും കാണാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ആകാശത്ത് നിന്ന് കാഹളം മുഴങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ മൃതസമാനമായിട്ടുള്ള ആളുകൾ അവർ പോലും ജീവൻ പ്രാപിക്കുന്നു. മുടന്തരായ വൈകല്യമുള്ള ആളുകൾ പോലും നടക്കാൻ തുടങ്ങുന്നു. പിന്നെ വ്യത്യസ്ത ദേശത്തുള്ള, വ്യത്യസ്ത സമൂഹങ്ങളിലുള്ള, വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള, വ്യത്യസ്ത കുടുംബങ്ങളിലുള്ള വൈശിഷ്ട്യമാർന്ന അറിവും കലയും കഴിവുമുള്ള ആളുകൾ ഒരു പ്രവാചകൻ്റെ സ്വരത്തിന് ലബ്ബൈക്ക് പറഞ്ഞതിന് ശേഷം ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നാനാഭാഗങ്ങളിലേക്കും പരക്കുന്നു. അങ്ങനെ തൻ്റെ തബ്ലീഗീപരമായിട്ടുള്ള അവിശ്രമ പരിശ്രമങ്ങളിലൂടെ ലക്ഷക്കണക്കിന്, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരെ ദീനിലേക്ക് വലിച്ചടുപ്പിക്കുകയും ദീനിൻ്റെ തിളക്കത്തിനും ഉണ്മയ്ക്കും കാരണമായി തീരുന്നു. ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദാബ്ബ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആത്മീയമായ തിളക്കത്തിനും ആത്മീയമായ മനുഷ്യരെ വാർത്തെടുക്കുന്നതിനും നിദാനമായി തീരുന്ന മുഅ്മിനീങ്ങളെയാണ്. ഇവർ മുഖാന്തരം നിലവിലുള്ളവരും വരാനിരിക്കുന്നവരുമായ പരമ്പരകൾ ആയിരക്കണക്കിന് ഭൗതികവും ആത്മീയവുമായ പ്രയോജനങ്ങൾ കൈക്കൊള്ളുന്നു. വീണ്ടും അല്ലാഹു പറയുന്നു: വതസ്രീഫിർ റിയാഹി വസഹാബിൽ മുസഖറ ബൈനസ് സമാഇ വൽ അർദ്. ഈ വചനത്തിൽ അല്ലാഹു തൻ്റെ റഹീമിയത്തിൻ്റെ തെളിവാണ് സമർപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ റഹീമിയത്ത് എന്ന ഗുണവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര കണ്ട് അനുഗ്രഹങ്ങളുണ്ടോ, വിശ്വാസികളെപ്പോലെ തന്നെ നിഷേധികളും ഒരുപോലെ അനുഗ്രഹത്തിൽ നിന്ന് പങ്കുപറ്റുന്നു. എന്നാൽ റഹീമിയത്തിൻ്റെ പരിധിയിൽ ഒരു സത്യവിശ്വാസിയും നിഷേധിയും തമ്മിൽ മാറ്റുരക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം സത്യവിശ്വാസികളെ വിജയശ്രീലാളിതരാക്കുകയും നിഷേധികളെ അവരുടെ മോശം ആഗ്രഹങ്ങളിൽ പരാജിതരാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ആലങ്കാരികമായി കൊണ്ട് കാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
പ്രത്യേകമായ സമയങ്ങളിൽ വീശുന്ന കാറ്റാണ്. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരം ചലിക്കപ്പെട്ട കാറ്റ്. ആ കാറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം മുഴുവൻ ലോകത്തും വ്യാപിപ്പിക്കുകയുണ്ടായി. ഉദാഹരണമായി കൊണ്ട് ബദർ യുദ്ധാവസരത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മണലും ചെറിയ കൽക്കഷ്ണങ്ങളും നിറഞ്ഞ ഒരു പിടി മണ്ണ് വാരിയെറിയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ഒരു സമയത്ത് ശക്തമായ ഒരു കാറ്റ് മുഅ്മിനീങ്ങൾക്ക് സഹായകമായി വീശി. നിഷേധികൾ നിസ്സഹായരാവുകയും യുദ്ധത്തിൻ്റെ ഗതി മാറിക്കൊണ്ട് നിഷേധികളുടെ വലിയ വലിയ നേതാക്കന്മാർ പോലും രക്തത്തിൽ പിടയുകയും പടച്ചട്ടയണിഞ്ഞ യുദ്ധനിപുണരായ നിഷേധികളുടെ സൈന്യം ആ രണാങ്കണത്തിൽ നിന്ന് ഓടിയൊളിക്കുകയുണ്ടായി. വെറും കാറ്റ് മാത്രമല്ല, മഴയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹായകമായി വർഷിച്ചു. മേഘങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുണക്കുകയുണ്ടായി. നോക്കുക, ബദർ യുദ്ധാവസരത്തിൽ സ്വഹാബാക്കൾക്ക് അത്യന്തം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അള്ളാഹു മഴ വർഷിപ്പിക്കുകയും അത് മുഖാന്തരം മുസ്ലിങ്ങൾക്ക് വെള്ളം ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല, മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്ന സ്ഥലം മണൽ പോലുള്ള ഭൂമിയായിരുന്നു. അത് യുദ്ധത്തിന് അനുസൃതമായി പരുഷമാവുകയുണ്ടായി. മറുഭാഗത്ത് നിഷേധികളുടെ പരുഷമായ ഭൂമി മഴ കാരണം മോശമാവുകയും അതിൽ കാലുകൾ വഴുതാൻ തുടങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം നോക്കുക. മക്കക്കാർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായി വിരോധിക്കുകയും വീണ്ടും വീണ്ടും അസാബ് അഥവാ ശിക്ഷ ഇരക്കുകയും ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയുണ്ടായി. അല്ലാഹുവേ, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായതുപോലുള്ള ക്ഷാമം നീ ഇവരിലും ഇറക്ക്. ഇത് സംബന്ധിച്ച് ഹദീസിൽ വരുന്നുണ്ട്. അങ്ങയുടെ ഈ പ്രാർത്ഥന കാരണം ഹിജാസ് ഗോത്രക്കാരിൽ വളരെ ശക്തമായ ക്ഷാമം അനുഭവപ്പെടുകയുണ്ടായി. ആളുകൾ ചത്തതും എല്ലും തോലും പോലുള്ള വസ്തുക്കൾ കഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത് കാരണത്താൽ അവരുടെ ആരോഗ്യം വളരെയധികം ദുർബലപ്പെടുകയുണ്ടായി. ഏതുവരെ എന്നാൽ അവർക്ക് പലപ്പോഴും കൺമുമ്പിൽ ഒരു പുക മാത്രമായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഈയൊരു ശിക്ഷ 7 വർഷം തുടർച്ചയായി നിലനിന്നു പോന്നു. അവസാനം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി കൊണ്ട് അപേക്ഷിക്കുകയുണ്ടായി, അങ്ങ് ഹിജാസ് ഗോത്രത്തിന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്തു. അതിൻ്റെ ഫലമായി അള്ളാഹു മഴ വർഷിപ്പിക്കുകയും ക്ഷാമം ഇല്ലാതാക്കുകയും ചെയ്തു. ഒരു റിവായത്തിൽ വന്നിട്ടുണ്ട്, സ്വയം അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി കൊണ്ട് പറയുന്നുണ്ട്, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ സമൂഹം ഇതാ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി നീ ദുആ ചെയ്യുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും ഈ ശിക്ഷ ദൂരീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ എല്ലാ സംഭവങ്ങളിൽ നിന്നും ഈ സംഭവങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി കാറ്റുകളെയും മേഘങ്ങളെയും ഒക്കെ അധീനപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു പരിപൂർണ മുഅ്മിനോടും ഇത്തരത്തിൽ തന്നെയായിരിക്കും അള്ളാഹു വർത്തിക്കുക. തീർച്ചയായിട്ടും കാറ്റുകൾ വീശിക്കൊണ്ടിരിക്കുന്നു, മഴ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ബദറിലെയും അഹ്സാബിലെയും കാറ്റുകൾ പറഞ്ഞു തരികയുണ്ടായി, അത് മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്തയും നിഷേധികൾക്ക് ശിക്ഷയുമാണ് പലപ്പോഴും അത് വീശിക്കൊണ്ടിരിക്കുന്നത് എന്ന്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.